ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് daddybean.com എന്ന ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നടക്കുന്ന പ്രവർത്തനം OLX-ലൊക്കെ നടക്കുന്ന, ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലൊക്കെ നടക്കുന്ന അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ ഇവരുടേതായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറേ യൂണീക്ക് ഫീച്ചേഴ്സ് കൂടി വരുന്നുണ്ട്. ഫുള്ളി ഫ്രീഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇവരുടെ ആപ്പ് 2 മാസത്തിനുള്ളിൽ തന്നെ ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും, എന്തെങ്കിലും ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്താനും, നമ്മളുടെ സർവീസുകൾക്കൊക്കെ ആശ്രയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വെബ്സൈറ്റാണ്. അതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ആദ്യം തന്നെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്രോമിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നോ daddybean.com-ലേക്ക് കയറി വരാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ 3 പാരലൽ ആയിട്ടുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെയിം കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മൾ ഹൈഡ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അത് ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരാനാണ്. പാസ്വേഡ് കൊടുക്കുക. ഒരു സ്ട്രോങ്ലി ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. 6 ലെറ്റേഴ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കുക. അതിനുശേഷം അടിഭാഗത്ത് കാണുന്ന 2 ടിക്കുകളും കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നിങ്ങളുടെ ഈ daddybean.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോസ്റ്റുകൾ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഓൾ കാറ്റഗറീസ് എന്ന് പറയുന്ന ആ 3 പാരലൽ ലൈൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് സാധനമാണോ വേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള ആ സാധനം ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. വാട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് സാധനമാണോ വേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ലൊക്കേഷൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു. ഞാനിപ്പോൾ കാർ എന്നുള്ള കാറ്റഗറിയിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ വാഹനമാണ് ഞാൻ നോക്കുന്നത്. ലൊക്കേഷൻ കൊച്ചി മേഖലയിലായിട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അതിനുശേഷം ഫൈൻഡ് കൊടുക്കുക. ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി ഭാഗത്തായിട്ടുള്ള എല്ലാ വണ്ടികളും, അതായത് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. മറ്റ് എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ഇതിൽ വ്യത്യസ്തമാക്കുന്നത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം, അങ്ങനത്തെ എല്ലാ ഓപ്ഷനുകളും ഉണ്ട്. നമുക്ക് ഇവിടെ ലൊക്കേഷൻ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫുള്ളായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഇതിലേക്ക് ഒരു പോസ്റ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ പോസ്റ്റ് ആഡ് എന്ന് പറയുന്ന ഒരു അടിഭാഗത്തുള്ള ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് സാധനമാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാറ്റഗറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹൗസാണ്, അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം റിയൽ എസ്റ്റേറ്റിൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള വിൽപ്പനയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഹൗസസ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഫോർ റെൻറ്റ് എന്ന് പറയുന്ന ആ ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുക്കുക. അതിനുശേഷം ടൈറ്റിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഹൗസ് ഫോർ റെൻറ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സെല്ലർ ടൈപ്പായിട്ട്, അതായത് ആരാണോ ഈ പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ബ്രോക്കറായാണോ അല്ലെങ്കിൽ ഉടമസ്ഥനാണോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെല്ലറാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് അതൊക്കെ നമുക്കിവിടെ ടിക്ക് ചെയ്യാം. ഫർണിഷ്ഡ് ആണോ കാര്യങ്ങൾ, റൂമിൻ്റെ കാര്യങ്ങൾ, എത്ര രൂപയാണ് റെൻറ്റ് വരുന്നത്, എമൗണ്ട്, ഫീ, അതുപോലെ തന്നെ എന്തെങ്കിലും അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ലൊക്കേഷൻ, സിറ്റി, ഡിസ്ക്രിപ്ഷൻ, അതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്യാം. പിക്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മളുടെ ഹൗസുമായി ബന്ധപ്പെട്ടുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സെല്ലർ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമുക്ക് മറ്റുള്ള, അതായത് കസ്റ്റമേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളുടെ മൊബൈൽ നമ്പർ ഹൈഡായിട്ട് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് കൺസ്യൂമർ ടു കൺസ്യൂമർ സർവീസാണ്. ഏകദേശം ഇതേ രൂപത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിഭാഗത്ത് കാണുന്ന സബ്മിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ സബ്മിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ എന്ന് ഇത് കാണിച്ചതിന് ശേഷം നമുക്ക് ഇവരുടെ ഒരു സേഫ്റ്റി ടീമുണ്ട്. അപ്പം നമ്മളുടെ പോസ്റ്റ് ആദ്യം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് പോസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത് 2 മണിക്കൂറാണ്. എന്നാൽ ഇപ്പോൾ ഒബ്വിയസ്ലി ഒരു 10 മിനിറ്റ് ആ ടൈമോട് കൂടിയിട്ട് തന്നെ നമ്മളുടെ പോസ്റ്റ് അവർ ചെക്ക് ചെയ്ത് അത് അപ്രൂവ് ആക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്പാമേഴ്സും സ്കാമേഴ്സിൻ്റെയൊക്കെ പ്രോബ്ലംസ് വളരെ കുറവാണ് ഈ വെബ്സൈറ്റിൽ. മറ്റുള്ള ആപ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇതിൽ നമുക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനെല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. വേറെ എക്സ്ട്രാ കാശോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. പിന്നെ ഇതിൽ പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഈ 3 പാരലൽ ചെയ്തതിന് ശേഷം നമ്മളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നതിന് ശേഷം മൈ ലിസ്റ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനുകൾ വരുന്നുണ്ട്. നമ്മളുടെ ഈ വെബ്സൈറ്റിൻ്റെ അടിഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഹോം പേജിൽ അടിഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് വിത്ത് ഡാഡി ബിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഹയർ, റെൻറ്റ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഹയർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഇപ്പോൾ നിലവിൽ ഈ വെബ്സൈറ്റുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഓട്ടോ ഡ്രൈവേഴ്സ്, കാറുകൾ, മിനി ട്രക്കുകൾ, വെഡ്ഡിങ് കാസ്, ടെമ്പോ, ബസ്, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ റെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പുറത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റെൻറ്റിന് ഒരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റെൻറ്റ് വാഹനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള വാഹനങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീലിങ്ങിൽ എത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്കും ഇത്തരത്തിൽ തന്നെ ആഡ്സൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. റെൻറ്റ്, ഹെയർ ഓപ്ഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ബിസിനസ് യൂണിറ്റുകളൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ വെബ്സൈറ്റ്. അപ്പോൾ പരമാവധി തന്നെ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നോക്കുക. ഈ വെബ്സൈറ്റിൻ്റെ നമുക്ക് എപ്പോഴും വാട്സപ്പ് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇവിടെ സൈഡിൽ കാണുന്ന വാട്സപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വാട്സപ്പിലേക്ക് കയറി ചെന്ന് അവരുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ചെല്ലുന്നതാണ്. പിന്നെ നിങ്ങളുമായിട്ട് പ്രധാനമായി ഷെയർ ചെയ്യാനുള്ളത്, ഇവരുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ആപ്പ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ലിങ്കും അതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പുതിയതായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്, ഫ്രീ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.